നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 438 മത്സരങ്ങൾ, 451 ഗോളുകൾ, 131 അസിസ്റ്റുകൾ. ആരുടേതാണെന്ന് ഞാൻ പറയാതെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ ആരാധകരുടെയൊക്കെ ഇടനെഞ്ചിൽ പതിഞ്ഞൊരു സ്റ്റാറ്റിസ്റ്റിക്സാണിത്. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡിൽ ഉണ്ടാക്കിയ ഓളമാണത്. അതിനുശേഷം ഒരു പോർച്ചുഗീസ് താരം റയൽ മാഡ്രിഡിനായിട്ട് കളിച്ചിട്ടില്ല. ഇതാ ബെർണാഡോ സിൽവ എത്തുന്നു. ബെർണാഡോ സിൽവ ഇന്നലെ എത്തി. അദ്ദേഹം ട്രെയിനിങ് ഒക്കെ നടത്തി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. ബാഴ്സലോണയിൽ ചേരാൻ താരത്തിന് താല്പര്യമുണ്ടായിരുന്നു എന്ന വാർത്തകൾ നേരത്തെ വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. പിന്നെന്തുകൊണ്ട് റയലിൽ? ചോദ്യത്തിൻ്റെ മറുപടി ഒന്ന് കേൾക്കണം. അദ്ദേഹം പറയുന്നു, റയൽ മാഡ്രിഡ് വിളിച്ചാൽ പിന്നെ, റയൽ മാഡ്രിഡ് നിങ്ങളുടെ മുന്നിലെത്തിയാൽ പിന്നെ നോ എന്ന് പറയുക ഇമ്പോസിബിളാണ്. വെൻ റയൽ മാഡ്രിഡ് അപ്പിയർഡ് ഇറ്റ് വാസ് ഇമ്പോസിബിൾ നോട്ട് ടു സേ യെസ്. ഐ ഡിഡിൻ തിങ്ക് ട്വൈസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടു വട്ടം ആലോചിച്ചില്ല. റയൽ മുമ്പിൽ വന്നാൽ യെസ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് റയലിനോട് താൻ യെസ് പറഞ്ഞതും റയൽ മാഡ്രിഡിലേക്ക് എത്തിയതും. തീർച്ചയായിട്ടും റയൽ മാഡ്രിഡിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് റയലിനെതിരെ നേരത്തെ പലവട്ടം എതിരെ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. ആ കളിക്കുമ്പോഴേക്കുള്ളൊരു ഫീൽ എന്താണെന്ന് വെച്ചാൽ ഈ ക്ലബ്ബ് എത്രത്തോളം വലുതാണ് എന്നൊരു ഫീല് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഒരു സ്വപ്നമാണല്ലോ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബിന് വേണ്ടി കളിക്കുക എന്നുള്ളത്. ഇവിടെ കിരീടങ്ങൾ തന്നെ ഈ ക്ലബ്ബ് എന്താണ് എന്ന് പറയുന്നുണ്ട്. അതൊരു പ്രിവിലേജ് തന്നെയാണ് ഈ ടീമിന് വേണ്ടി കളിക്കുക എന്നുള്ളത്. ഈ ടീമിനെ ഒറ്റ വേർഡിൽ, ഈ ക്ലബ്ബിനെ ഒറ്റ വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയും ടൈറ്റിൽസ് എന്ന് പറയും. തീർച്ചയായിട്ടും വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ബെർണാഡോ സിൽവയുടെ വേഴ്സറ്റാലിറ്റി, മുന്നേറ്റ നിരയിൽ എവിടെയും കളിക്കാം, മധ്യനിരയിൽ കളിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഐ വിൽ ബി റെഡി ഫോർ വാട്ട് എവർ റയൽ മാഡ്രിഡ് നീഡ്. തീർച്ചയായിട്ടും എന്ത് ചെയ്യണോ, എവിടെ ചെയ്യണോ, ടീമിന് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ താൻ തയ്യാറാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പിന്നെ മൊറീഞ്ഞോ പോർച്ചുഗലിൻ്റെ പേര് ഉയരത്തിലേക്ക് കൊണ്ടുപോയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് ബെർണാഡോ സിൽവ പറയുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാക്കിയ ഓളം നമ്മളതിൻ്റെ കണക്കുകൾ കൃത്യമായി പറഞ്ഞു. അതുപോലൊരു മികവ് ബെർണാഡോ സിൽവയ്ക്ക് റയൽ മാഡ്രിഡിൽ കാണിക്കാൻ പറ്റുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.